നിങ്ങളൊരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലെഴുതിയിട്ടുള്ള വാചകങ്ങൾക്ക് ഭംഗി കൂട്ടാനും അതുപോലെ തന്നെ വ്യൂവേഴ്സിന് വായനാ സൗകര്യം കിട്ടാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നതാണ് ടൈപ്പ് ഫേസ്. ഈ ടൈപ്പ് ഫേസ് എന്ന് പറയുന്നത് ഒരേ രൂപത്തിലുള്ള കുറേ ഫോണ്ടുകളുടെ കുടുംബമാണ് ടൈപ്പ് ഫേസ് എന്ന് പറയുന്നത്. ഒരേ സ്റ്റൈലുള്ള ഫോണ്ടിൻ്റെ പല വേർഷൻ. ഇപ്പം നമ്മളൊരു ഫോണ്ടിൻ്റെ ടൈപ്പ് ഫേസ് നോക്കുകയാണെങ്കിൽ ബോൾഡ്, ഇറ്റാലിക്, തിന്ന്, ലൈറ്റ്, മീഡിയം എന്നിങ്ങനെയുള്ള പല വേർഷനുകൾ നമുക്കതിൽ കാണാം. ഡിസൈനിൽ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വ്യൂവേഴ്സിൽ ഒരു പ്രത്യേക ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഫേസ് യൂസ് ചെയ്യുന്നത്. ഈ വലിയ വലിയ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗൂഗിള്, ആപ്പിള്, കൊക്കക്കോള, പെപ്സി അങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾ, ഇവരൊക്കെ ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ടൈപ്പ് ഫേസ് യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡിനൊരു സ്റ്റൈലും ഒരു ഐഡൻറ്റിറ്റിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ടൈപ്പ് ഫേസ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, വെബ്സൈറ്റുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത്, സോഷ്യൽ മീഡിയ ഡിസൈന്, പ്രിന്റഡ് മീഡിയ ഡിസൈന്, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ടൈപ്പ് ഫേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഡിസൈനിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെ എളുപ്പത്തിൽ വായിക്കാനും ആ ഒരു ഡിസൈന് നല്ല വ്യക്തത കിട്ടാനും വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഫേസുകൾ യൂസ് ചെയ്യുന്നത്. ഈ ടൈപ്പ് ഫേസ് ഒരു ഡിസൈനിൻ്റെ ആത്മാവ് പോലെയാണ്. ഇത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ആ ഒരു ഡിസൈനിലൂടെ നിങ്ങൾക്ക് ഇമോഷണൽ ലാംഗ്വേജിൽ ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടൈപ്പ് ഫേസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്നാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്തതിന് ശേഷം താഴെ ഡിസൈനിന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.